അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ, ദ സ്റ്റാറ്റസ് ഓഫ് മെൻ ആൻഡ് വുമൻ ഇൻ സമോവൻ ഐലൻഡ്സ് ആൻഡ് ഇൻ മധ്യപ്രദേശ് അല്ലേ. സമോവൻ ഐലൻഡ്സിൽ 1920s ദ സ്റ്റാറ്റസ് ഓഫ് മെൻ ആൻഡ് വുമൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഓൾസോ മധ്യപ്രദേശിൽ 1960s ദ ഗ്രോയിങ് അപ്പ് ആസ് എ ബോയ്സ് ആൻഡ് ഗേൾസ് ഡിഫറൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി അടുത്ത ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് വാല്യൂയിങ് ദ ഹൗസ് വർക്ക്. എന്ന് വെച്ചാൽ സ്ത്രീകൾ ഹൗസ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിന് നമുക്ക് മൂല്യം കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അക്രോസ് ദ വേൾഡ് ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ഫോർ ഹൗസ് വർക്ക് ആൻഡ് കെയർ ഗിവിംഗ് ടാസ്ക് ലൈക്ക് എന്താണ്, അക്രോസ് ദ വേൾഡ് ഈ ലോകത്ത് ആകമാനം ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ഫോർ ഹൗസ് വർക്ക് എല്ലാം ചെയ്യേണ്ട കർത്തവ്യം ആർക്കാണ്? ഇതുപോലെ ടാസ്ക് ലൈക്ക് ലുക്കിംഗ് ആഫ്റ്റർ ദ ഫാമിലി, കുടുംബത്തെ നോക്കുന്നതും എസ്പെഷ്യലി കുട്ടികളെ നോക്കുന്നതും അതുപോലെ തന്നെ വയസ്സായവരെയും സുഖമില്ലാത്ത ആൾക്കാരെയും ഒക്കെ നോക്കുന്നതും ആരാണ് നോക്കേണ്ടത്? സ്ത്രീകളാണ് അല്ലെ, വിമൻ ആണെന്നൊരു കോൺസെപ്റ്റ് ആണ് മുൻപ് മുതലേ ഉള്ളത്, പണ്ട് മുതലേ ഉള്ളത് അല്ലെ. അക്രോസ് ദ വേൾഡ് ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ഫോർ ഹൗസ് വർക്ക് ആൻഡ് കെയർ ഗിവിംഗ് ടാസ്ക് like looking after the family, especially children, the elderly and sick members lies with women. Okay, ഇതാണ് അന്നത്തെ ആ ഒരു കാലഘട്ടം. സ്ത്രീകൾ മാത്രമാണ് എല്ലാ ഡ്യൂട്ടീസും ചെയ്യുക അല്ലെ, കുട്ടികളെ നോക്കുന്നത്, വീട്ടിലത്തെ ഡ്യൂട്ടീസ്, വയസ്സായ ആൾക്കാരെ നോക്കുന്നത്, സുഖമില്ലാത്ത ആൾക്കാരെ നോക്കുന്നത്, അതൊക്കെ ഡ്യൂട്ടീസ് ആര് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്, സ്ത്രീകൾ ചെയ്യേണ്ടതാണെന്നാണ് പണ്ടത്തെ മുതലുള്ള കോൺസെപ്റ്റ്. Yet as we have seen, the work that women do within the home is not recognized as work അല്ലേ. എന്ന് വെച്ചാൽ ആ സ്ത്രീകൾ ഇത്ര കുറെ കഷ്ടപ്പെടുന്നുണ്ട് വീട്ടിൽ നിന്ന്, അതിനൊക്കെ പെയ്ഡ് ആയിട്ടുള്ള വർക്ക് ആണോ? ഇതൊക്കെ അല്ല, ഫ്രീ ആയിട്ടുള്ളതാണ് അല്ലെ. ഇറ്റ് ഈസ് ഓൾസോ അസ്യൂം ദാറ്റ് this is something that comes naturally to women. എന്ന് വെച്ചാൽ ഇത് പണ്ട് മുതലേ ഉള്ള സമൂഹത്തിന്റെ സൊസൈറ്റി ആക്കി വെച്ചൊരു ഇമേജ് ആണ്. എല്ലാ ഡ്യൂട്ടീസും, വീട്ടിലുള്ള ഡ്യൂട്ടീസ്, അവിടെയുള്ള ആളുകളെ സംരക്ഷിക്കേണ്ടത്, കുട്ടികളെയൊക്കെ നോക്കേണ്ടത് ഒക്കെ ഡ്യൂട്ടീസ് സ്ത്രീകൾക്കാണ്. പണ്ട് മുതലേ ഉള്ള നാച്ചുറൽ ഡ്യൂട്ടി അവർക്ക് കൊടുത്തതാണ്. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, ലൈവ്സ് ഓഫ് ഡൊമസ്റ്റിക് വർക്ക് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ഇതിൽ പറയുന്നത്? ആ ഒരു കാലഘട്ടത്ത് ആളുകള് അല്ലെ, എന്ന് വെച്ചാൽ ആ പണ്ട് മുതലുള്ള ആളുകള് സ്ത്രീകളാണ് ഇങ്ങനത്തെ എല്ലാവിധത്തിലുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അവരെ പെർസ്യൂ ചെയ്ത് ചെയ്യിപ്പിക്കുന്നത് അല്ലെ. ഇപ്പൊ നോക്കിക്കേ, മെനി ഹോംസ് പെർട്ടിക്കുലർലി ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ് എംപ്ലോയ് ഡൊമസ്റ്റിക് വർക്കേഴ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറെ ടൗൺസിലും സിറ്റീസിലും വേലക്കാർ വെക്കാറുണ്ട് നമ്മൾ അല്ലെ. എങ്ങനെ? they do a lot of work, sweeping, cleaning and washing clothes, dishes, cooking, looking after young children or the elderly. അപ്പോ പണ്ട് കാലഘട്ടത്ത് ഇങ്ങനെ വീടുകൾ ടൗൺസിലും സിറ്റീസിലും ഒക്കെ കുറെ വേലക്കാരികളെ, പണിക്കാരെയൊക്കെ നിർത്താറുണ്ട് അല്ലെ. കൂടുതൽ സ്ത്രീകളെ ആയിരിക്കും നിർത്താറ്. അവരെന്തൊക്കെ ഡ്യൂട്ടീസ് ചെയ്യും മക്കളെ? സ്വീപ്പിംഗ്, ക്ലീനിങ്, വാഷിംഗ് ക്ലോത്ത്സ് ആൻഡ് ഡിഷസ്, cooking and looking after young children or the elderly. Okay, അപ്പൊ നോക്കിക്കേ, മോസ്റ്റ് ഡൊമസ്റ്റിക് വർക്കേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? സ്ത്രീകളാണ് അല്ലെ. സംടൈംസ് ഈവൻ യങ് ബോയ്സ് ഓർ ഗേൾസ് ആർ എംപ്ലോയ്ഡ് ടു ഡു ദിസ് വർക്ക്. നമുക്ക് ഹോട്ടൽസിൽ കാണാം, ഇപ്പൊ പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട് അല്ലെ. പക്ഷെ അവരുടെ വേജസ്, അവരുടെ ശമ്പളം എന്ന് പറയുന്നത് വെരി ലോ ആയിരിക്കും, കുറവായിരിക്കും അല്ലെ. ആസ് ഡൊമസ്റ്റിക് വർക്ക് ഡസ് നോട്ട് ഹാവ് മച്ച് വാല്യൂ. ഇന്നത്തെ കാലഘട്ടത്ത് പക്ഷെ എന്താണ്, നല്ല പൈസ ഉണ്ട്, അവർ ചോദിച്ചു വാങ്ങും അല്ലെ. ദിവസക്കൂലി വാങ്ങുന്നവരുണ്ടാവും, മന്ത്ലി സാലറി വാങ്ങുന്നവരും ഉണ്ടാവും അല്ലെ. ഓക്കെ, അതാണ് മോസ്റ്റ് ഡൊമസ്റ്റിക് വർക്കേഴ്സ് ആർ വിമൻ. Sometimes even young boys or girls are employed to do this work. Wages are very low as domestic work does not have much value. Okay, at that time. അപ്പൊ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ എത്ര ടൈം തൊട്ട് എത്ര മണി വരെയാണ് പണ്ട് കാലഘട്ടത്ത്? ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഡേ ക്യാൻ ബിഗിൻ ആസ് ഏർലി ആസ് 5 in the morning and end as late as 12 at night. എന്താണ്? അപ്പൊ മെയിൻലി ഡൊമസ്റ്റിക് വർക്കേഴ്സ്, വീടുകളിലുള്ള ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നവര് 5 മണിക്ക്, രാവിലെ 5 മണിക്ക് ജോലി ചെയ്യും, അതുപോലെ തന്നെ വൈകിട്ടാണ് അവർ ജോലി ചെയ്ത് കിടക്കാറ് അല്ലെ. And despite the hard work they do, their employees often do not show them much respect.
ചില വീടുകളിൽ ഈ എംപ്ലോയീസ് പണിയെടുപ്പിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, ഉടമകള്, അത്ര നല്ല പെരുമാറ്റമായിരിക്കില്ല സ്ത്രീകളോടുള്ളത് അല്ലെ. അതാണ് പറയുന്നത്, ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഡേ ക്യാൻ ബിഗിൻ ആസ് ഏർലി ആസ് 5 in the morning and end as late as 12 at night. And despite the hard work they do, their employers often do not show them much respect എന്നാണ് പറയുന്നത്. Okay, in fact what we commonly term as housework actually involves many different tasks. ആണുങ്ങൾ പറയും, നീ എന്താണ് ഈ വീട്ടിൽ ഇത്ര മല മറയ്ക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ഒരു ദിവസം ഈ ഒരു വർക്ക്, ഇത്രയും വർക്ക് ചെയ്ത് നോക്കുക, അപ്പം മനസ്സിലാവും എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ് സ്ത്രീകൾ ചെയ്യുന്നത് എന്ന് അല്ലെ. ഓക്കെ, നമ്പർ ഓഫ് ദീസ് ടാസ്ക് റിക്വയർ ഹെവി ഫിസിക്കൽ വർക്ക് എന്ന് വെച്ചാൽ അത്രയും മേലൊക്കെ വേദനയാവില്ലേ ഒന്ന് കഴിഞ്ഞ് എല്ലാ പണിയും തീർത്ത് കിടക്കുമ്പോഴേക്ക്. ഇൻ ബോത്ത് റൂറൽ ആൻഡ് urban areas, women and girls have to fetch water. അല്ലെ, റൂറൽ ഏരിയ, ഗ്രാമങ്ങളിലായിക്കോട്ടെ സിറ്റീസിൽ, പട്ടണത്തിലായിക്കോട്ടെ, എല്ലാ തരത്തിലും വെള്ളം എടുത്ത് വെക്കലും അതുപോലെ എല്ലാ ഡ്യൂട്ടീസും ചെയ്യേണ്ടത് ആരാണ്? സ്ത്രീകളാണെന്നാണ് പറയുന്നത് അല്ലെ. ഇൻഫാക്ട് what we commonly term as housework actually involves many difficult tasks. Okay, a number of these tasks require heavy physical work. Okay, in both rural and urban areas, women and girls have to fetch water. Okay, in rural areas, women and girls carry heavy loads of firewood. അവരുടെ വീട്ടിലേക്കുള്ള വിറകുകളൊക്കെ വലിയ കിലോമീറ്റേഴ്സ് നടന്നിട്ട് ശേഖരിച്ചു കൊണ്ടുവരുന്ന ഡ്യൂട്ടി ആർക്കായിരുന്നു പണ്ട് ഗ്രാമങ്ങളിലുള്ള സ്ത്രീകൾക്ക്? ആർക്കായിരുന്നു? വിമൻ ആയിരുന്നു അല്ലെ. എന്തൊക്കെ ടാസ്ക് അവർ ചെയ്യേണ്ടി വരും? വിമന്റെ വാഷിംഗ് ക്ലോത്ത്സ്, അവിടെയുള്ള ആളുകളുടെ വസ്ത്രമൊക്കെ അലക്കുന്നതും ക്ലീൻ ചെയ്യുന്നതും സ്വീപ്പ് ചെയ്യുന്നതും, പിക്കിംഗ് അപ്പ് ലോഡ്സ് റിക്വയർ അല്ലെ, ബെൻഡിങ്, ലിഫ്റ്റിംഗ്, ക്യാരിങ്. എത്ര ഫിസിക്കൽ, എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ് അവർ ഒരു ദിവസം ചെയ്യുന്നത്. അതിനൊരു വാല്യൂ കൊടുക്കുന്നുണ്ടോ നമ്മുടെ സൊസൈറ്റി? ഇല്ല അല്ലെ. ഓക്കെ, ഇൻ റൂറൽ ഏരിയാസ് women and girls carry heavy headloads of firewood. പിന്നെയോ tasks like washing clothes, cleaning, sweeping and picking up loads require bending, lifting and carrying. Okay, and many chores like cooking, mainly cooking illa. പിന്നെയോ it is standing for long hours in front of hot stoves അല്ലേ. എന്ന് വെച്ചാൽ ചിലവരെന്തായിരിക്കും, ഈ മണ്ണെണ്ണ സ്റ്റൗവിന്റെ മുകളിൽ കുറേ മണിക്കൂർ അതിനായിട്ടാണ് ഒരു ചോറ് വെന്ത് കിട്ടുക. പിന്നെ കറിക്കും എത്ര ടൈമാണ് അവർ നിന്ന് പണിയെടുക്കുന്നത് അല്ലേ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, the work women do is strenuous and physically demanding, words that we normally associate with men. എത്ര ഫിസിക്കലി പെയിൻ അനുഭവിച്ചാണ് അവർ എന്തൊക്കെ ഡ്യൂട്ടീസ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, പറയുന്നത് many chores like many duties like cooking involve standing for long hours in front of hot stoves, and the work women do is strenuous and physically demanding, words that we normally associate with men. Okay, another aspect of housework and caregiving that we do not recognize is that it's very time കൺസ്യൂമിങ് ആണ്. അവരുടെ എത്രയോ ഡ്യൂട്ടീസിനുള്ള സമയം ആണ് അവരൊരു ഹൗസ് ഹോൾഡ് വർക്കിന് വേണ്ടിയിട്ട് അവര് മാറ്റി വെക്കുന്നതെന്ന് ഓർക്കണം. ഇൻഫാക്ട് ഇഫ് വി ആഡ് അപ്പ് ദ ഹൗസ് വർക്ക് ആൻഡ് ദ വർക്ക് വുമൻ ഡു ഔട്ട്സൈഡ് the home, we find that women spend much more time working than men and have much less time for leisure. എന്ന് വെച്ചാല് കൂടുതൽ അവരുടെ ജീവിതത്തിലെ പാതി സമയവും എന്തിനു വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്? വീട്ടിലെ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അവർക്ക് സ്വന്തമായിട്ടുള്ള ലീഷർ അവർക്ക് റൂട്ടീനായിട്ട് ചെയ്യാൻ പറ്റുന്ന അതിന് റിലാക്സേഷൻ ഇല്ല. ഇതിൽ തന്നെ അവരെന്താണ് ചേഞ്ച് ആണ്. ഓക്കെ, അതാണ് പറയുന്നത്. another aspect of housework and caregiving that we do not recognize is that it is very time consuming. Okay, in fact, if we add up the housework and the work women do outside the home, we find that women spend much more time working than the men and have much less time for leisure. Okay, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന another topic is women's work and equality. ഇതിലൊരു തുല്യത ശരിക്കും കൽപ്പിക്കണ്ടേ? പുരുഷന്മാർക്കും എന്താ പറയാ അടുക്കള ജോലിയൊക്കെ ചെയ്ത് സ്ത്രീകളെ സഹായിച്ചാൽ എന്താണ്, സ്ത്രീകൾക്കും അവരുടേതായിട്ടുള്ള റൂട്ടീൻ ഫ്രീ ടൈം ഉണ്ടാവും. അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വേറെ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാം അല്ലെ.
and it is a part of a larger system of inequality between men and women that is existing in society. സമൂഹത്തിൽ വലിയ തരത്തിലുള്ള പുരുഷന്മാരും സ്ത്രീകളും വേർതിരിവുകളുണ്ട് പല ഫീൽഡിൽ അല്ലെ. It is therefore has to be dealt with through action, not just at the level of individual of the family but also by the government. അല്ലെ, സർക്കാർ നല്ല രീതിയിലുള്ള പോളിസീസ് ലോസ് കൊണ്ടുവരണം ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റ് ചെയ്യാതെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ വിചാരിച്ച കാര്യം നമ്മളും വിചാരിക്കണം, അതുപോലെ തന്നെ സർക്കാർ നല്ല രീതിയിലുള്ള ലോസ് പോളിസീസ് ഷുഡ് ബി ഇംപ്ലിമെന്റഡ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഏത് ടോപ്പിക്കാണ്? വിമൻസ് വർക്ക് ആൻഡ് ഇക്വാലിറ്റി. ഷുഡ് അവിടെ തുല്യത വേണം. Okay, it is a part of larger system of inequality between men and women is exists in every field. Okay, it therefore has to be dealt with through action, not just at the level of individual or the family but also by the government. നമ്മൾ ഓരോരുത്തരായി മാറിയിരിക്കണം. ഫാമിലിയിലുള്ള മെമ്പേഴ്സിനും എന്താണ് അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വേണം. അതുപോലെ തന്നെ ഗവൺമെന്റും വിചാരിച്ച മാത്രമേ അവിടെ തുല്യത നിലനിൽക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. It is women's rights or human rights. അല്ലെ, സ്ത്രീകളുടെ അവകാശം എന്ന് പറയുന്നത് മനുഷ്യാവകാശമാണ് അല്ലെ, അത് നേടിയെടുക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ്. അല്ലെ, ഇക്വാലിറ്റി ഈസ് an important principle of our constitution. നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ഘടനം അല്ലെ, നമ്മുടെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒരു ഘടന എന്ന് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് തന്നെ എന്താണ്? തുല്യതയാണ്, ഇക്വാലിറ്റി ആണ് അല്ലെ. So the constitution say that being a male or female should not become a reason for discrimination. എന്ന് വെച്ചാല് ഒരു സ്ത്രീ ആവുന്നത് അല്ലെ പുരുഷനാവുന്നത് അത് അവരെ തമ്മിൽ വേർതിരിക്കാൻ ആവരുത് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഭരണഘടന പറഞ്ഞിട്ടുണ്ട് അല്ലെ. It is equality is an important principle of our constitution. ഒരു തരത്തിലുള്ള വേർതിരിവും ഒരാണായി പെണ്ണായി ജനിച്ചത് കൊണ്ട് അവരെ തമ്മിൽ വേർതിരിക്കാൻ പാടില്ല എന്നൊരു കോൺസെപ്റ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. The constitution says that being a male or female should not become a reason for discrimination എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. Okay, next one. ബട്ട് ഇൻ റിയാലിറ്റി, പക്ഷെ ശരിക്കുള്ള അവസ്ഥ എന്താണ്? ഭരണഘടന ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷെ ശരിക്കും നമ്മുടെ സമൂഹത്തിലെ അവസ്ഥ എന്താണ്? ഇൻഇക്വാലിറ്റി ബിറ്റ്വീൻ ദ സെക്സസ് വി ആർ എക്സിസ്റ്റിംഗ് ടുഡേ ഓൾസോ, ഇന്നും നിലനിൽക്കുന്നു അല്ലെ, പല തരത്തിലുള്ള വേർതിരിവുകൾ അല്ലെ. The government is therefore committed to understanding the reason for this. ഗവൺമെന്റ് എല്ലാ തരത്തിലും പരിശോധിച്ചു ഇതിനുള്ള റീസൺ, കാരണങ്ങൾ എന്താണ്, and taking positive steps to remedy the situation. ഇതിനെതിരെ പല ആക്ഷൻസും പല പോളിസീസും ലോസും ആര് കൊണ്ടുവന്നു? സർക്കാർ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ശരിക്കുള്ള കാര്യം എന്താണ്? In reality, inequality between the sexes were existing and the government is therefore committed to understanding the reason for this and taking positive steps to remedy the situation. Okay. For example, it recognizes that the burden of child care, housework falls on women and girls. അല്ലെ, കുട്ടികളെ നോക്കേണ്ടതും വലിയ ആൾക്കാർ സുഖമില്ലാത്തവരെ നോക്കേണ്ടതും ഹസ്ബൻഡ്സിന്റെ എല്ലാ കാര്യങ്ങൾ ചെയ്യേണ്ടതും എല്ലാം ആരുടെ തലയിലാണ്? സ്ത്രീകളുടെ തലയിലാണ് അല്ലെ. ഓക്കെ, this naturally has an impact on whether girls can attend schools. അവർ സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള സമൂഹം ചോദിക്കാൻ കാരണം എന്താണ്? അവർക്ക് ഇത്തരം ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യാനില്ലേ, പിന്നെ എന്തിനാ അവർ സ്കൂളിൽ പോകുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വരാൻ കാരണം എന്താണ്? ഫോർ എക്സാമ്പിൾ, it recognizes that burden of child care and housework falls on women and girls. Second point, this naturally has an impact on whether girls can attend school. Okay. And it determines whether women can work outside the house and what kind of jobs and careers they can have. പിന്നെ സമൂഹം സ്ത്രീകളെ ആക്ഷേപിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇവർ ഈ ഒരു ഡ്യൂട്ടീസിന് പോയാൽ അവർക്ക് എന്ത് ജോബാണ് ചെയ്യാൻ പറ്റുക, അവർക്ക് പറ്റിയ ജോബ് ഉണ്ടോ എന്നുള്ള രീതിയിൽ കളിയാക്കലുകളും. And the government has set up Anganwadis or child care centers in several villages in the country. അതുകൊണ്ട് തന്നെ കുട്ടികളെ നോക്കാൻ വേണ്ടി കുറെ Anganwadis ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്തു. Okay, and it determines that whether women can work outside the house and what kind of jobs and careers they can have. Okay. സ്ത്രീകളെ ഡ്യൂട്ടീസ് കുറയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് സെറ്റപ്പ് ചെയ്തു? അംഗനവാടീസ് ഓർ ചൈൽഡ് കെയർ സെന്റേഴ്സ് ഇൻ സെവറൽ വില്ലേജസ് ഇൻ ദ കൺട്രി. ഓക്കെ,
The government also passed laws that make it mandatory for organizations that have more than 30 women employees to provide creche facilities. എന്ന് വെച്ചാല് ഈ ഗവൺമെന്റ് ഓഫീസസിലൊക്കെ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്, കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു നഴ്സറി പോലെ അമ്മമാര് വർക്ക് ചെയ്യുന്നതിന്റെ അടുത്തുള്ള ഹാളിൽ അല്ലെങ്കിൽ റൂമിൽ കുട്ടികൾക്കുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഗവൺമെന്റിന്റെ മറ്റൊരു സ്കീം അല്ലെങ്കിൽ ഒരു പ്ലാൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. The government has passed laws that make it mandatory for organizations that more than 30 women employees to provide the creche facilities. അതാണ് creche facility എന്ന് പറയുന്നത്. And the provision of creches helps many women to take up employment outside the home. ഇപ്പൊ കുട്ടികളെ നോക്കാനും പറ്റും, പണി ചെയ്യാനും പറ്റും ഗവൺമെന്റ് ഓഫീസസിൽ ഇത് കൊണ്ടുവന്നപ്പോ അല്ലെ. ഇറ്റ് ഓൾസോ മേക്സ് ഇറ്റ് പോസിബിൾ ഫോർ മോർ ഗേൾസ് ടു അറ്റൻഡ് സ്കൂൾസ്. അങ്ങനെ എന്തായി, കുറെ പെൺകുട്ടികൾക്ക് സ്കൂൾസിൽ അറ്റൻഡ് ചെയ്യാനും പറ്റി എന്നാണ് പറഞ്ഞത്. ഓക്കെ, ദ പ്രൊവിഷൻ ഓഫ് creches helps many women to take up employment outside the home. Okay, and it also makes it possible for more girls to attend schools too എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് എന്താണ് മെയിൻലി സ്ത്രീകൾ മാത്രമാണ്, സ്ത്രീകൾക്ക് നാച്ചുറലി വന്ന ഡ്യൂട്ടീസ് ആണ്, സമൂഹം കൊടുത്ത ഡ്യൂട്ടീസ് ആണ്. വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, അവിടെയുള്ള വയസ്സായവരെ നോക്കുക, ഹസ്ബൻഡിന്റെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുക. അവർക്ക് പുറമെ എന്താ സ്കൂളിൽ പോയി പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇവർക്ക് ഈ പണിയിൽ വേറെ എന്ത് ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളതിലാണ് ഇപ്പൊ പല ഫീൽഡില് ഇല്ല. ഇന്നത്തെ ഒരു പ്രസന്റ് സൊസൈറ്റീസ് നോക്കുമ്പോൾ പ്രസിഡന്റ് ആയിട്ട് വരെ സ്ത്രീയാണ്. പല ഫീൽഡിൽ പൊളിറ്റീഷ്യൻ ആയിട്ടും വലിയ ഇതില് അല്ലെ, ചന്ദ്രനിൽ കാലുകുത്തുന്നതിനൊക്കെ എന്തുണ്ട്, സ്ത്രീകളുണ്ട് അല്ലെ. അതാണ് പറയുന്നത്, സ്ത്രീകളെ ഒരു മുന്നേറ്റമാണ് ഇന്ന് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വർക്ക്സിന് പോലും സ്ത്രീകളാണ്. എല്ലാ വിധത്തിലുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്, വീട്ടിലെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് അല്ലെ. അതൊക്കെ ചെയ്യേണ്ട ഇത് ആർക്കാണ്? സ്ത്രീകൾക്കാണ് എന്നാണ് അല്ലെ. പക്ഷേ പ്രസന്റ് സൊസൈറ്റീസിൽ പല ചേഞ്ചസും വന്നിട്ടുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ലോ ഗവൺമെന്റ് പലതരത്തിലുള്ള പോളിസീസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ക്രീച്ച് ഫെസിലിറ്റി എന്ന് വെച്ചാൽ അമ്മമാര് വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് ഓഫീസസിൽ അവരെ എന്താണ് നഴ്സറി പോലെയുള്ള കുട്ടികളെ അതേ രീതിയിൽ നോക്കാനുള്ള ഒരു ഫെസിലിറ്റീസും കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇന്നും ഒരു ഇക്വാലിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൻ പൂർണ്ണ രീതിയിൽ അത് കിട്ടി അല്ലെങ്കിൽ നേടിയെന്ന് പറയാൻ കഴിയില്ല. അവിടെ ഇനിയും കുറെ വിടവുകളുണ്ട്, അത് കുറച്ചും കൂടെ എന്ത് ചെയ്യാനുണ്ട്, ജോയിൻ ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നല്ലൊരു കാലം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.